വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ഗ്രന്ഥം പഴയ നിയമത്തിലെ 24-ാം പുസ്തകമാണ്. 31 അധ്യായങ്ങളുള്ള സുഭാഷിതങ്ങൾ. ഇത് ബൈബിളിലെ ജ്ഞാനസാഹിത്യത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. ഇതിൻ്റെ പ്രധാന ലക്ഷ്യം ജ്ഞാനം നേടുക, ധാർമ്മിക ജീവിതം നയിക്കുക, ദൈവഭയം പുലർത്തുക എന്നിവയാണ്. എളിമ, ക്ഷമ, ദരിദ്രരോട് ബഹുമാനം, സ്നേഹിതർ തമ്മിൽ വിശ്വസ്തത, ഭാര്യാഭർത്തൃബന്ധം തുടങ്ങി വിവിധ വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിൽ പരാമർശിക്കപ്പെടുന്നു. ദാവീദിന്റെ മകനും ഇസ്രായേൽ രാജാവുമായ സോളമന്റെ സുഭാഷിതങ്ങൾ എന്ന വാക്കുകൾ കൊണ്ടാണ് ഗ്രന്ഥം ആരംഭിക്കുന്നത്. ഇത് പ്രധാനമായും സോളമൻ രാജാവിന്റെ നീതിവാക്യങ്ങളാണ്. അഗൂർ, ലെമുവേൽ തുടങ്ങിയവരുടെ വാക്കുകളും ഉൾപ്പെടുന്നു. ഈ പുസ്തകത്തെ 6 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. 1-ാം ഭാഗം 1 മുതൽ 9 കൂടിയുള്ള അധ്യായങ്ങളിൽ ജ്ഞാനത്തിന്റെ മൂല്യം വിവരിക്കുന്നു. ജ്ഞാനം ദൈവഭയമാണെന്ന് ആമുഖം പറയുന്നു. മൂഢത്വത്തിൽ നിന്ന് അകന്നു നിൽക്കാനും ജ്ഞാനത്തെ സ്ത്രീരൂപത്തിൽ ചിത്രീകരിച്ച് അതിന്റെ പ്രയോജനങ്ങൾ ഇവിടെ വിവരിക്കുന്നു. 2-ാം ഭാഗം അധ്യായങ്ങൾ 10 മുതൽ 22-ാം അധ്യായം 16-ാം തിരുവചനം വരെ സോളമന്റെ നീതിവാക്യങ്ങൾ എന്ന് കണക്കാക്കപ്പെടുന്നു. ഈ ഭാഗത്തിലെ ചെറിയ സമാന്തര വാക്യങ്ങൾക്ക് ഉദാഹരണമാണ് സുഭാഷിതങ്ങൾ 16-ാം അധ്യായം 18-ാം തിരുവചനം. അഹങ്കാരം നാശത്തിന്റെ മുന്നോടിയാണ്, അഹന്ത അധപതനത്തിന്റെയും. ഈ ഭാഗത്തിൽ നീതി, സത്യം, ക്ഷമ, ദാനം, കഠിനാധ്വാനം എന്നിവയെ പ്രോത്സാഹിപ്പിക്കുന്നു. 3-ാം ഭാഗം 22-ാം അധ്യായം 17-ാം തിരുവചനം മുതൽ 24-ാം അധ്യായം 34-ാം തിരുവചനം വരെ മറ്റ് ജ്ഞാനോപദേശങ്ങൾ എന്നീ ഭാഗത്തിൽ ഉൾപ്പെടുന്നു. 4-ാമതായി ഹെസക്കിയാവിന്റെ സമാഹാരം എന്നറിയപ്പെടുന്ന സോളമന്റെ കൂടുതൽ വാക്യങ്ങൾ രാജാക്കന്മാർ, ദരിദ്രർ, ശത്രുക്കൾ എന്നിവയെക്കുറിച്ച് 25 മുതൽ 29 വരെയുള്ള അധ്യായങ്ങളിൽ വിവരിക്കുന്നു. 5-ാമതായി 30-ാം അധ്യായത്തിൽ അഗൂറിന്റെയും ലെമുവേലിന്റെയും വാക്കുകൾ, സംഖ്യകളുടെ രൂപകങ്ങൾ, ദൈവത്തിന്റെ അജ്ഞാതത്വം എന്നിവ വിവരിക്കുന്നു. 6-ാമതായി അധ്യായം 31-ൽ ഉത്തമ സ്ത്രീയുടെ ഗുണഗണങ്ങൾ, വീര്യവതിയായ സ്ത്രീയെ വർണ്ണിക്കുന്ന കവിത, ഭർത്താവിനെയും കുടുംബത്തെയും പരിപാലിക്കുന്ന ദൈവഭയമുള്ള സ്ത്രീയുടെ മാതൃക എന്നിവ കാണാം. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.